ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാട്സപ്പിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതിനായി ഇപ്പോൾ ഞാൻ എൻ്റെ വാട്സപ്പ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ പ്രൈവസി എന്നതിൽ പോകുമ്പോഴാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ കുറച്ച് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇവിടെ ഇപ്പോൾ പ്രൈവസി ചെക്കപ്പ് എന്നൊരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെക്കപ്പ് എന്നൊരു ഓപ്ഷൻ എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് എല്ലാം വരുന്നുണ്ട്. നമുക്ക് ഇവിടെ എന്തെല്ലാമാണ് വന്നിരിക്കുന്നത് എന്നെല്ലാം നോക്കാം. ചൂസ് ഹൂ ക്യാൻ കോണ്ടാക്റ്റ് യു എന്നൊരു ഓപ്ഷനാണ് ആദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ്സിൻ്റെ കാര്യമാണെങ്കിൽ ഇവിടെ ഈ ഗ്രൂപ്പ്സ് എന്നതിൽ നമുക്ക് ടാപ്പ് ചെയ്തതിന് ശേഷം ഹൂ ക്യാൻ ആഡ് മീ ടു ഗ്രൂപ്പ്സ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ കോണ്ടാക്ട്സിന് അല്ലെങ്കിൽ നമുക്ക് എവരി വൺ, അതുമല്ലെങ്കിൽ നമുക്ക് മൈ കോണ്ടാക്ട് എക്സെപ്റ്റ് എന്ന് പറഞ്ഞ് നമുക്ക് കുറച്ച് കോണ്ടാക്ട്സിനെ ഒഴിവാക്കി ബാക്കിയുള്ളവർക്കെല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഓപ്ഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തതായി വന്നിരിക്കുന്നത് സൈലൻസ് അൺനോൺ കോളേഴ്സ് എന്ന ഓപ്ഷനാണ്. അപ്പോൾ ഇത് ഓൺ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ അൺനോൺ കോൾസ് എല്ലാം വരികയാണെങ്കിൽ ഇതെല്ലാം തന്നെ സൈലൻ്റ് ആകും. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത്. അതുപോലെ ബ്ലോക്ക്ഡ് കോണ്ടാക്ട്സ് എന്നൊരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന കോണ്ടാക്ട്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. നിലവിൽ ഞാൻ ആരെയും ബ്ലോക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു ലിസ്റ്റിൽ ആരെയും കാണാൻ സാധിക്കുന്നില്ല. ഇനി നമുക്ക് ബാക്ക് ചെയ്തതിന് ശേഷം കൺട്രോൾ യുവർ പേഴ്സണൽ ഇൻഫോ എന്ന ടാബാണ് വരുന്നത്. ഇതിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ പ്രൊഫൈൽ ഫോട്ടോ, നമ്മുടെ ഈ പ്രൊഫൈൽ ഫോട്ടോ ഇത് ആർക്കെല്ലാമാണ് കാണേണ്ടത് എന്നെല്ലാമാണ് സെറ്റ് ചെയ്യുന്നത്. ഞാനിവിടെ മൈ കോണ്ടാക്ട്സ് എന്നാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം എവരി വൺ എന്ന് വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇത് കാണാൻ പറ്റും. അതുപോലെ നോബഡി എന്ന് വെക്കുകയാണെങ്കിൽ ആർക്കും കാണാൻ പറ്റില്ല. അതുപോലെ നിങ്ങൾക്ക് കുറച്ച് കോണ്ടാക്ട്സ് മാത്രമായി ഒഴിവാക്കി ബാക്കി എല്ലാവർക്കും കാണണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇവിടെ മൂന്നാമതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലെല്ലാം ഈ ഒരു കാര്യമെല്ലാം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ ലാസ്റ്റ് സീൻ ആൻഡ് ഓൺലൈൻ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലാസ്റ്റ് സീൻ അതുപോലെ ഓൺലൈനിലായിരിക്കുമ്പോഴുള്ള സ്റ്റാറ്റസ് എല്ലാം ആർക്കെല്ലാമാണ് കാണേണ്ടത് എന്നെല്ലാം നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എപ്പോഴാണ് അവസാനമായി ഈ ഒരു വാട്സപ്പിൽ ലോഗിൻ ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ ലാസ്റ്റ് സീൻ, ഈ ഒരു ഇൻഫർമേഷൻ ആർക്കെല്ലാം കാണണം, ഇതെല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഡിഫോൾട്ടായി ഇവിടെ മൈ കോണ്ടാക്ട്സ് എന്ന് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഹൂ ക്യാൻ സീ വെൻ ഐ ആം ഓൺലൈൻ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എവരി വൺ എന്നൊരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും കാണാം. ഇനി സെയിം ആസ് ലാസ്റ്റ് സീൻ എന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ലാസ്റ്റ് സീനിൽ എന്ത് ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു ഓപ്ഷൻ തന്നെ നമ്മൾ ഓൺലൈനിലായിരിക്കുമ്പോഴും സെറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് എല്ലാം വന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ റീഡ് റെസിപ്റ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. ഈ റീഡ് റെസിപ്റ്റ്സ് എന്നത് ഇത് നമ്മൾ ഓഫ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ആരെങ്കിലും മെസ്സേജ് എല്ലാം അയക്കുകയാണെങ്കിൽ ആ ഒരു ബ്ലൂ ടിക്ക് എല്ലാം വന്നത് ഇതൊന്നും തന്നെ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കില്ല. അതായത് നമ്മൾ ആ ഒരു മെസ്സേജ് വായിച്ചിട്ടുണ്ടോ എന്നൊന്നും മറ്റുള്ളവർക്ക് ഇത് അറിയാൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യം കൂടി നമുക്ക് ഇവിടെ ആഡ് ചെയ്തിടാം. എന്നാൽ ഇത്തരത്തിൽ നമ്മൾ ഇത് ഓഫ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം, അതായത് മറ്റുള്ളവർക്ക് നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ അവർ ഇത് റീഡ് ചെയ്തോ എന്ന് കൂടി നമുക്ക് അറിയാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം കൂടി ഇവിടെ വരുന്നുണ്ട്. ഇനി ബാക്ക് ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആഡ് മോർ പ്രൈവസി ടു യുവർ ചാറ്റ്സ് എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡിഫോൾട്ട് മെസ്സേജ് ടൈമർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് സ്റ്റാർട്ട് എ ന്യൂ ചാറ്റ് വിത്ത് എ ഡിസപ്പിയറിംഗ് മെസ്സേജ്. അപ്പോൾ ഈ ഡിസപ്പിയറിംഗ് മെസ്സേജസ് എല്ലാം നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അതായത് 7 ഡേയ്സിൽ വേണോ, 24 അവേഴ്സിൽ വേണോ, 90 ഡേയ്സിൽ വേണോ, അതോ ഇനി ഡിസപ്പിയറിംഗ് മെസ്സേജ് ഒന്നും തന്നെ നമ്മൾ ഓൺ ചെയ്യുന്നില്ല എങ്കിൽ ഓഫ് എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാം. അതിനുശേഷം എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ബാക്കപ്സ് എന്നൊരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഇവിടെ പ്രൊട്ടക്റ്റ് യുവർ ബാക്കപ്പ് വിത്ത് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ, യുവർ ബാക്കപ്പ് വിൽ ബി സേഫ് ഈവൻ ഇഫ് യു ആർ ലോസ് യുവർ ഫോൺ, സെക്യൂർ യുവർ ബാക്കപ്പ് വിത്ത് പാസ്വേഡ് ഓർ ആൻ എൻക്രിപ്ഷൻ കീ എന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓൺ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചാറ്റ് എല്ലാം തന്നെ സേഫ് ആയിരിക്കുകയും അതുപോലെ നിങ്ങൾക്ക് ഈ പാസ്വേഡ് എല്ലാം കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു എൻക്രിപ്ഷൻ കീ എല്ലാം കൊടുത്ത് ഈ ഒരു ചാറ്റ് അല്ലെങ്കിൽ ബാക്കപ്പ് എല്ലാം തന്നെ സെക്യൂർ ചെയ്യാനെല്ലാം സാധിക്കും. അതിനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് ടേൺ ഓൺ എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ക്രിയേറ്റ് പാസ്വേഡ് എന്നെല്ലാം കൊടുത്ത് പുതിയ പാസ്വേഡ് എല്ലാം ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. നിലവിൽ ഞാൻ ഇതിപ്പോൾ സെറ്റ് ചെയ്യുന്നില്ല.
ഇതിന് ശേഷം നമുക്ക് അവസാനമായി വന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആഡ് മോർ പ്രൊട്ടക്ഷൻ ടു യുവർ അക്കൗണ്ട് എന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആപ്പ് ലോക്ക് എല്ലാം വേണമെങ്കിൽ ഇതുപോലെ ഫിംഗർ പ്രിൻ്റ് അല്ലെങ്കിൽ ഫേസ് ഈ ഒരു കാര്യമെല്ലാം കൊടുത്ത് നമുക്ക് ആപ്പ് ലോക്ക് എല്ലാം സെറ്റ് ചെയ്യാം. അൺലോക്ക് വിത്ത് ബയോമെട്രിക് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് എനേബിൾ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബയോമെട്രിക് ഇൻഫർമേഷനായ ഫേസ് അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് ID ഈ കാര്യങ്ങളെല്ലാം കൊടുത്ത് നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ലോക്ക് എല്ലാം സെറ്റ് ചെയ്യാം. അതുപോലെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇങ്ങനെ നമ്മൾ ഈ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നതിൽ ടാപ്പ് ചെയ്ത് നമുക്ക് 2 സ്റ്റെപ്പ് എല്ലാം, അതായത് ഒരു അഡീഷണൽ പിന്നെല്ലാം നിങ്ങൾക്ക് സെറ്റ് ചെയ്യുകയാണെങ്കിലെല്ലാം തന്നെ നിങ്ങളുടെ ഫോണെല്ലാം രജിസ്റ്റർ ചെയ്യുന്നതിന് ഇത്തരത്തിൽ ഈ ഒരു 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്യേണ്ടതായി വരും. അതിനാൽ തന്നെ ഇത് അഡീഷണൽ സെക്യൂരിറ്റി എന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ നമ്മുടെ വാട്സപ്പിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ഇതെല്ലാം തന്നെ ഒറ്റ പാക്കായി, അതായത് പ്രൈവസി ചെക്കപ്പ് എന്ന രീതിയിൽ ഒരു പാക്കായി ഇതെല്ലാം തന്നെ നമുക്ക് ഒരു ബണ്ടിലായി ഇതെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വളരെ യൂസ്ഫുള്ളായ ഒരു ഫീച്ചറാണിത്. നിങ്ങൾക്കും ഈ ഒരു സെറ്റിംഗ് എല്ലാം വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫീച്ചറെല്ലാം ലഭിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്